ഹോമത്തിന് വിഘ്നം വന്നുവെങ്കിലും മണ്ഡോദരിയുടെ ശൗര്യമുള്ള വാക്കുകളെ തണുപ്പിക്കാൻ രാവണൻ മണ്ഡോദരിയോട് സംസാരിക്കുന്നുണ്ട്. ഇതൊക്കെ വിധിയാണെന്നും ജ്ഞാനമുണ്ടെങ്കിൽ എല്ലാ ദുഃഖവും അകലുമെന്നും അറിവില്ലായ്മയിൽ നിന്നാണ് ഞാനെന്ന ചിന്ത ഉണ്ടാകുന്നതെന്നും മണ്ഡോദരിയെ ഉപദേശിക്കുന്നു. താൻ യുദ്ധം ജയിച്ചു വരാമെന്നും ഇനി താൻ മരിക്കുകയാണെങ്കിൽ നീ സീതയെ കൊന്നുകളഞ്ഞിട്ട് അഗ്നിയിൽ ചാടി മരിച്ചേക്കൂ എന്നുള്ള രാവണൻ്റെ വാക്കുകളെ ഒട്ടൊരു കോപത്തോടെയാണ് മണ്ഡോദരി എതിരിട്ടത്. രാവണൻ വിധിയുടെ കളിപ്പാട്ടമാണെന്നും വൈദേഹിയെ രാമനെ ഏൽപ്പിച്ചിട്ട് സഹോദരന് രാജ്യവും നൽകിയ ശേഷം നമുക്കൊരുമിച്ച് കാട്ടിലെങ്ങാനും പോയി തപസ്സു ചെയ്യാമെന്ന് മണ്ഡോദരി രാവണനോട് പറയുന്നുണ്ട്. എന്നാൽ രാവണൻ അതിനു മറുപടി പറഞ്ഞത് ചിന്തന്യമാണ്. തനിക്കു വേണ്ടിയാണ് എല്ലാവരും മരിച്ചതെന്നും അവർക്കൊക്കെ മൃത്യു വരുത്തി താൻ ഏകനായി കാനനെ വസിക്കുന്നത് മഹത്വമല്ല എന്നുമുള്ള രാവണൻ്റെ വാക്കുകൾക്ക് മുന്നിൽ മിണ്ടാതിരിക്കുവാനേ മണ്ഡോദരിക്കുമായുള്ളൂ. നമ്മൾ ചിന്തിക്കുന്നതുപോലെയല്ല ഈ ലോകത്ത് കാര്യങ്ങൾ സംഭവിക്കുന്നതെന്ന് രാവണൻ പറയുകയുണ്ടായി. രാമരാവണ യുദ്ധം. രാമായണത്തിലെ ഏറ്റവും പ്രസിദ്ധവും പ്രസക്തവുമായ യുദ്ധമാണ് രാമരാവണ യുദ്ധം. വാനരന്മാരോട് ശ്രീരാമൻ നിങ്ങളുടെ വീര്യം ഇപ്പോൾ കാട്ടണ്ട, വിശ്രമിച്ചോളൂ, ഞാൻ യുദ്ധം ചെയ്തോളാമെന്ന് പറയുന്നു. രാവണനും സംഘവും ശ്രീരാമനുമായി യുദ്ധം തുടങ്ങി. എത്ര രാക്ഷസന്മാരുണ്ടോ അത്രയും രാമനുള്ളതുപോലെയാണ് രാമൻ്റെ യുദ്ധം കണ്ട് രാക്ഷസന്മാർക്ക് തോന്നിയത്. നിരവധി രാക്ഷസന്മാർ മരിച്ചു വീണു. രാക്ഷസ സ്ത്രീകൾ നിലവിളിച്ചു. ശൂർപ്പണഖ കാരണമാണ് ഈ ഗതിയൊക്കെ വന്നതെന്ന് സ്ത്രീജനം പറഞ്ഞു. ഹനുമാൻ ഇവിടം ചുട്ടു ചാമ്പലാക്കാൻ ശ്രമിച്ചിട്ടും വിഭീഷണൻ പറഞ്ഞു കൊടുത്തിട്ടും രാവണൻ കേട്ടില്ലല്ലോ എന്നും വിഭീഷണൻ നല്ലവനാണെന്നും അവന് നല്ലതേ വരൂ എന്നും ഇവൻ ചെയ്തു കൂട്ടിയ പാപത്തിൻ്റെ ഫലം നമ്മളാണല്ലോ അനുഭവിക്കുന്നതെന്നും ജനം വിലപിക്കുന്നത് രാവണൻ കേൾക്കുന്നു.